ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ഏർലി സ്റ്റേറ്റ്സ് എന്ന പാഠഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാഠഭാഗവും അതിൻ്റെ ആക്ടിവിറ്റീസും നോട്ട്സും എക്സ്പ്ലനേഷനും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കി നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഓക്കെ, ഏർലി സ്റ്റേറ്റ്സ്, ആദ്യകാലത്തെ സ്റ്റേറ്റ്സ്, രാഷ്ട്രങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. Then the children of Tingalamadu ഗവൺമെൻറ് സ്കൂൾ ആർ വെരി ഹാപ്പി. എന്താണ്, തിങ്കളമേട് ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളൊക്കെ വളരെയധികം ഹാപ്പിയിലാണ്. എവ്രി വൺ ഹാസ് റീച്ച്ഡ് ദ കോൺഫറൻസ് ഹാൾ ടു വാച്ച് ദ ബ്രോഡ്കാസ്റ്റ് ഓഫ് ദ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം. അപ്പോൾ അവിടെ എന്താണ്, സ്കൂളിൽ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം നടക്കുകയാണ്. അതിൻ്റെ ബ്രോഡ്കാസ്റ്റാണ് നടക്കുന്നത്. അപ്പോൾ ആ അവിടുത്തെ കുട്ടികളെല്ലാവരും കോൺഫറൻസ് ഹാളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ദ ഹെഡ് മാസ്റ്റർ ബിഗെയിൻ ടു സ്പീക്ക്. അങ്ങനെ ഹെഡ് മാസ്റ്റർ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ഡിയർ ചിൽഡ്രൻ, ഹാവ് യു ഹേർഡ് അബൌട്ട് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം? നിങ്ങൾ ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ദീസ് പ്രോഗ്രാംസ് ഹെൽപ്പ് us understand the history and culture of different countries and regions. ഈ പ്രോഗ്രാമിലൂടെ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളുടെ അല്ലെങ്കിൽ റീജിയൻ്റെ കൾച്ചറൽ ഡിഫറൻസിനെ കുറിച്ചിട്ടും ഹിസ്റ്ററിയെ കുറിച്ചിട്ടും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉള്ളതാണ്. Then every year such cultural exchange program are organized, bringing together student representative from various countries. അപ്പോൾ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം നടത്താറുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ രാജ്യത്തിലെയും ചില രാജ്യങ്ങളിലെ കുട്ടികളാണ് ഇതിനു വേണ്ടിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. This year student representative from Greece, Iran and Italy participated in the programs organized by India. അപ്പോൾ ഇന്ത്യ ഓർഗനൈസ് ചെയ്യുന്ന ഈ പരിപാടിയിൽ ഇപ്രാവശ്യം ഗ്രീസ്, ഇറാൻ, ഇറ്റലി ഇവിടെ നിന്നുള്ള സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആണ് ഉള്ളത്. Each representative shared the history and culture of their respective country. Let's explore them. അപ്പോൾ ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, അവരുടെ കൺട്രിയിലുള്ള ഹിസ്റ്ററി, കൾച്ചർ അതിനെ കുറിച്ചിട്ടൊക്കെ ഷെയർ ചെയ്യും നമ്മളുടെ അടുത്ത്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് പറയുന്നത്. Then Athena from Greece shared the details of her home country by displaying the Olympic symbol. അപ്പോൾ അദീന എന്ന് പറയുന്ന കുട്ടി അവരുടെ കൺട്രിയിലെ ഒളിമ്പിക് സിംബൽ വെച്ചുകൊണ്ടാണ് അവരുടെ രാജ്യത്തിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ബോക്സിൽ, ഫ്രണ്ട്സ് ആർ യു ഫെമിലിയർ വിത്ത് ദി സിംബൽ? നിങ്ങൾക്ക് ഈ സിംബലുമായിട്ട് ഫെമിലിയർ ആയിരിക്കും അല്ലേ. ദ ഒളിമ്പിക്സ് ഇൻ വിച്ച് ദ ഹോൾ വേൾഡ് എന്തൂസിയാസ്റ്റ്ലി പാർട്ടിസിപ്പേറ്റഡ് ടുഡേ ഒറിജിനേറ്റഡ് ഇൻ ആൻഷ്യൻ ഗ്രീസ്. അപ്പോൾ ഇന്ന് എന്താണ്, ലോകത്തിലെ തന്നെ എല്ലാ രാജ്യങ്ങളും വളരെ ഉത്സാഹത്തോടു കൂടി പങ്കെടുക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. ഇത് ആരംഭിച്ചത് ആൻഷ്യൻ ഗ്രീസിൽ ആയിരുന്നു. ദ ഡെമോക്രസി ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ഓഫ് ആഥൻസ് ഇൻ അവർ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ്. അത് മാത്രമല്ല, ഈ ലോകത്തിന് തന്ന ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഞങ്ങളുടെ ആഥൻസിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഡെമോക്രസി എന്നുള്ളതാണ്. ഗ്രീസ് ഈസ് ലൊക്കേറ്റഡ് ദ സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പ്. അപ്പോൾ ഗ്രീസ് എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് യൂറോപ്പിലുള്ള ഒരു കൺട്രിയാണ്. മൈ കൺട്രി ഈസ് റിച്ച് ഇൻ ജോഗ്രഫിക്കലി ഫീച്ചേഴ്സ് സച്ച് ആസ് ഐസൊലേറ്റഡ് വാലീസ് ലൊക്കേറ്റഡ് ഹൈ എബോവ് ദ സീ ലെവൽ, ഹൈൽസ് ആൻഡ് സ്മോൾ മൗണ്ടൻസ്. അപ്പോൾ നമ്മുടെ സീ ലെവലിൽ നിന്നും ഒരുപാട് ഉയർന്നു നിൽക്കുന്ന ഒറ്റപ്പെട്ട വാലീസ്, ഹിൽസ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്മോൾ മൗണ്ടൻസ് തുടങ്ങിയവയ്ക്കാണ് ഇവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു റിച്ച് കൺട്രിയാണ് എന്ത് പറയുന്നത്, ഈ ഒരു ഗ്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുട്ടി ഗ്രീസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. താഴെ ചോദിക്കുന്നുണ്ട്, യു ഹാവ് ലിസൺ ടു ഏതൻസ് ഡിസ്ക്രിപ്ഷൻ, വാട്ട് ആർ ദ ഡീറ്റെയിൽസ് യു ഹാവ് ഗോട്ട് ഫ്രം ഇറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ വായിച്ചത് ഏതൻസ് അല്ലേ, അദീനയുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ് വായിച്ചത്. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത്? ഒളിമ്പിക്സ് സ്റ്റാർട്ടഡ് ഇൻ ആൻഷ്യൻ ഗ്രീസ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണെന്ന് മനസ്സിലായി. ദ ഒളിമ്പിക് സിംബൽ ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ പിക്ചർ. ആ പിക്ചറിലുള്ളതാണ് ഒളിമ്പിക് സിംബൽ എന്ന് മനസ്സിലായി. ദ 5 റിങ്സ് ഇൻ ദ സിംബൽ റെപ്രസെൻറ്റ് ദ 5 കോണ്ടിനെൻറ്റ്സ്. അപ്പോൾ ആ 5 സിംബൽസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 5 കോണ്ടിനെൻറ്റ്സ് ആണെന്നും അറിയാം. ദ ഒളിമ്പിക്സ് ഒറിജിനേറ്റഡ് ഇൻ ആൻഷ്യൻ ഗ്രീസ്. ഒളിമ്പിക്സ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ആൻഷ്യൻ ഗ്രീസിലാണ്. ഗ്രീസ് ഈസ് എ കൺട്രി ഇൻ സൗത്ത് ഈസ്റ്റ് യൂറോപ്പ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്നും മനസ്സിലായി. ലെറ്റ്സ് എക്സ്പ്ലോർ മോർ അബൌട്ട് ആൻഷ്യൻ ഗ്രീസ്. അപ്പോൾ ആൻഷ്യൻ ഗ്രീസിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇൻ ആൻഷ്യൻ ഗ്രീസ് വില്ലേജ് വേർ ദ മെയിൻ സെറ്റിൽമെൻറ്റ്സ്. എന്താണ് ആൻഷ്യൻ ഗ്രീസിലെ പ്രധാനമായിട്ടുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ്, ഗ്രാമങ്ങൾ തന്നെയാണ്, വില്ലേജ് തന്നെയാണ് അവിടുത്തെ മെയിൻ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ആസ് അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് ഡെവലപ്ഡ് സിറ്റീസ് വേർ ഫോംഡ്. അതുമാത്രമല്ല അവിടെ എന്താണ്, അഗ്രികൾച്ചറായിട്ടും അതുപോലെ തന്നെ ട്രേഡായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്തതോട് കൂടിയിട്ടാണ് അവിടെ ഇത്തരത്തിലുള്ള നഗരങ്ങളൊക്കെ വന്നിട്ടുള്ളത്.
Then eventually a city and a number of surroundings village came together and began to transform into സിറ്റി സ്റ്റേറ്റ്സ്. അങ്ങനെ കാലക്രമേണ പിന്നെ എന്ത് ചെയ്തു, എവഞ്ച്വലി ആയിട്ട് ആ ഒരു സറൗണ്ടിങ്സിൽ ഒരുപാട് വില്ലേജുകളും മറ്റുമൊക്കെ വരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരുപാട് വില്ലേജുകളൊക്കെ ഒരുമിച്ച് കൂടിയപ്പോഴാണ് അവിടെ സിറ്റി സ്റ്റേറ്റ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. ദീസ് സിറ്റി സ്റ്റേറ്റ്സ് വെർ നോൺ ആസ് പോളിസ്. ആ ഒരു സിറ്റി സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിസ് എന്ന് പറയുന്നത്. എക്സാമിൻ മാപ്പ് 2.1 ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദ മേജർ സിറ്റി സ്റ്റേറ്റ്സ് ആൻഡ് എക്സിസ്റ്റഡ് ഇൻ ആൻഷ്യൻ ഗ്രീസ്. അപ്പോൾ ആൻഷ്യൻ ഗ്രീസിൽ ഉണ്ടായിരുന്ന പ്രധാനമായിട്ടുള്ള സിറ്റി സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കോറിനത്ത്, തെബാസ്, ഏതൻസ്, സ്പാർട്ട. ഇതൊക്കെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള സിറ്റി സ്റ്റേറ്റ്സ് ആയിരുന്നു. അപ്പോൾ പേര് നമുക്ക് അവിടെ നിന്ന് എഴുതാം, തെബാസ്, കോറിന്ത്, ഏതൻസ്, സ്പാർട്ട, എലിസ്. ഇതൊക്കെ അവിടുത്തെ പ്രധാനമായിട്ടുള്ള സിറ്റി സ്റ്റേറ്റ്സ് ആണ്. നെക്സ്റ്റ് വൺ, സീസ് ഓർ ഹൈ മൗണ്ടൻ സെപ്പറേറ്റഡ് ദീസ് സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ആൻഷ്യൻ ഗ്രീസ് ഫ്രം ഈച്ച് അതർ. അപ്പോൾ ഇതിൽ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്തിരുന്നത് എന്തായിരുന്നു, ഒന്നെങ്കിൽ അവിടുത്തെ സീ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഹൈ മൗണ്ടൻസ് ആയിരിക്കും. സോ ഈച്ച് സിറ്റി സ്റ്റേറ്റ്സ് വാസ് ലൊക്കേറ്റഡ് ഐസൊലേറ്റഡ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഓരോ സിറ്റി സ്റ്റേറ്റ്സും ഐസൊലേറ്റഡ് ആയിരുന്നു. ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ബിക്കോസ് ഓഫ് ദിസ് എ യൂണിഫോം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വാസ് ആബ്സെന്റ് ഇൻ ആൻഷ്യൻ ഗ്രീസ്. ആഥൻസ് ആൻഡ് സ്പാർട്ട വർ ദ മേജർ സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഗ്രീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒറ്റപ്പെട്ട കാരണം കൊണ്ട് തന്നെ അവിടെ എന്താണ്, ഒരു പൊതുവായിട്ടുള്ള ഒരു യൂണിഫോം ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഗ്രീസിലെ തന്നെ പ്രധാനമായിട്ടുള്ള സിറ്റികളായിരുന്നു ഏതൻസും സ്പാർട്ടയും എന്ന് പറയുന്നത്. ഇതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള രണ്ട് സിറ്റി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഏതൻസിനെ കുറിച്ചിട്ടാണ്. ഹൗ ഡു യു ചൂസ് യുവർ ക്ലാസ് ലീഡർ ആൻഡ് സ്കൂൾ ലീഡർ. എങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു സ്കൂൾ ലീഡറെയും ക്ലാസ് ലീഡറെയും ഒക്കെ തിരഞ്ഞെടുക്കാറുള്ളത്? ദോ കളക്റ്റീവ് ഡിസിഷൻ ഓർ വോട്ടിംഗ്. നിങ്ങളൊരു എല്ലാവരും കൂട്ടമായിട്ടൊരു തീരുമാനം എടുക്കുകയാണോ ചെയ്യുക, അതോ വോട്ടിങ്ങിലൂടെയാണോ? അപ്പോൾ നോർമലി വോട്ടിംഗ് ആണല്ലേ. ഇപ്പോൾ ഒരാളൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ കൂട്ടമായി തീരുമാനം എടുക്കും. അതല്ല ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളവിടെ വോട്ടിംഗ് സിസ്റ്റം കൊണ്ടുവരും. ദെൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സിസ്റ്റം ബൈ വിച്ച് ദ പീപ്പിൾ എലക്ട് ദെയർ റൂൾസ് ഇൻ ദിസ് വേ. അപ്പോൾ ഇതുപോലെ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെ നമ്മൾ പറയുന്ന പേരെന്താണ്, ഡെമോക്രസി എന്നാണ് പറയുന്നത്. ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറയും. ദ ഇനീഷ്യൽ ഫോം ഓഫ് ഡെമോക്രസി ഒറിജിനേറ്റഡ് ഇൻ ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ആഥൻസ്. അപ്പോൾ ഗ്രീക്കിലെ ഒരു ഏതൻസ് സിറ്റി സ്റ്റേറ്റ്സിലാണ് ആദ്യമായിട്ട് ഈ ഒരു ഡെമോക്രസി എന്നുള്ളത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഓൾ മെൻ ഹാവിങ് സിറ്റിസൺഷിപ്പ് ഇൻ ഏതൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എലക്റ്റിംഗ് റൂളേഴ്സ് ആൻഡ് മേക്കിംഗ് ലോസ്. അപ്പോൾ അന്ന് ഏതൻസിലുള്ള ആരൊക്കെയാണോ അവർക്ക് സിറ്റിസൺഷിപ്പ് ഉള്ളത് അവർക്ക് എല്ലാവർക്കും പുരുഷന്മാർക്കായിരുന്നു കൂടുതലായിട്ട് അതിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നത്. പിന്നെ എന്ത് ചെയ്തു, പിന്നെ അത് വുമൺ സ്ലേവ്സ് ആൻഡ് ഫോറിനേറ്റേഴ്സ് ഡിഡ് നോട്ട് ഹാവ് സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ്. അപ്പോൾ പക്ഷേ അവിടെ എന്താണ്, പുരുഷന്മാരാണോ അവർക്ക് മാത്രമേ സിറ്റിസൺഷിപ്പ് ഉണ്ടാവുള്ളൂ, അവർക്ക് മാത്രമേ ഈ ഒരു ഡെമോക്രസിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സ്ത്രീകളും അതുപോലെ തന്നെ സ്ലേവ്സ് അടിമകളും വിദേശികളൊന്നും അവിടെ എന്താണ് സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത ആളുകളായിരുന്നു. It was during the time of Pericles and democracy began to expand in Athens. The political body of Athens was known as the assembly. പിന്നെ പെരിക്ലസിൻ്റെ കാലത്താണ് ഏതൻസിലെ ഡെമോക്രസി വിപുലമാക്കാൻ തുടങ്ങിയത്. ഏതൻസിലെ ഒരു രാഷ്ട്രീയ സഭ എന്ന് പറയുന്നത് ഈ ഒരു അസംബ്ലി എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. ഓക്കെ, നൗ ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് അതർ ഫീച്ചേഴ്സ് ഓഫ് ഏതൻസ്. ഏതൻസിൻ്റെ അതർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? എ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ആർട്ട് ആൻഡ് കൾച്ചർ. കല അതുപോലെ തന്നെ സംസ്കാരം എന്നിവയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്ന ഒന്നായിരുന്നു അവർ ഉണ്ടായിരുന്നത്. 2 years ഓഫ് കമ്പൽസറി മിലിറ്ററി സർവീസ് ഫോർ ബോയ്സ്. 2 വർഷം നിർബന്ധിതമായിട്ടും ആൺകുട്ടികൾക്ക് മിലിറ്ററി സർവീസ് വേണം. എ സ്ട്രോങ് നേവി ആൻഡ് മിലിറ്ററി. മാത്രമല്ല അവിടെ എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള നേവിയും മിലിറ്ററിയും ഒക്കെ ഉണ്ടായിരുന്നു. ദെൻ ഇനി അടുത്തത് ദ സിറ്റിസൺസ് ഓഫ് ഏതൻസിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നോട്ട് എവ്രി വൺ വാസ് കൺസിഡേർഡ് എ സിറ്റിസൺ ഇൻ ഏതൻസ്. ടു ഗെറ്റ് സിറ്റിസൺഷിപ്പ് ദർ വർ കണ്ടീഷൻസ് സച്ച് ആസ് പേഴ്സൺ ഹാഡ് ടു ബി എ ഫ്രീ മാൻ ആൻഡ് ഹാവ് ബോത്ത് പാരൻസ് ആസ് ഏതൻസിയൻസ്. എന്താണ്, അപ്പോൾ ഏതൻസിൽ എല്ലാവർക്കും സിറ്റിസൺഷിപ്പ് ഒന്നും കിട്ടിയിരുന്നില്ല. ഒരു വ്യക്തിക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കണമെങ്കിൽ അയാൾ എന്തായിരിക്കണം, ഒരു ഫ്രീഡം ഉള്ള ഒരു മെൻ ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, അവരുടെ പാരൻസ് എന്ന് പറയുന്നത് ഏതൻസുകാരായിരിക്കണം എന്നുള്ള ഒരു നിബന്ധനയും ഉണ്ടായിരുന്നു. എങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടിയിരുന്നുള്ളൂ. നെക്സ്റ്റ് എന്താണ് പെരിക്ലിസ് എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് ഡ്യൂറിങ് ദ റീജിയൻ ഓഫ് പെരിക്ലിസ് വൺ ഓഫ് ദ ഏതൻസ് വാസ് മോസ്റ്റ് പവർഫുൾ റൂളേഴ്സ് ദാറ്റ് ഏതൻസ് അച്ചീവ്ഡ് എ പ്രോമിനന്റ് സ്റ്റാറ്റസ് എമംഗ് ദ ഗ്രീക്ക്
city-states, Pericles maintained the idea that power should be shared among all citizens rather than being concentrated in a single individual. അപ്പോൾ ഏതൻസിൽ ശക്തമായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ഈ ഒരു പെരിക്ലിസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഈ ഏതൻസും ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളൊക്കെ വലിയ സ്ഥാനം നേടിയെടുത്തത്. അതുമാത്രമല്ല അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ള ഒരു ആവണം എന്നുള്ളതായിരുന്നു പെരിക്ലിസിൻ്റെ ആശയം. അങ്ങനെയാണ് ഈ ഒരു ഡെമോക്രസി ഒക്കെ വന്നിട്ടുള്ളത്. ഇനി അടുത്തതായിരുന്നു സ്പാർട്ട എന്നുള്ളത്. അൺലൈക്ക് ഏതൻസ് സ്പാർട്ട ഹാഡ് ആൻ അരിസ്റ്റോക്രാറ്റിക് റൂൾ. എന്താണ് ഏതൻസും അതുപോലെ തന്നെ ഏതൻസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭരണമായിരുന്നു സ്പാർട്ടയിൽ നിലനിന്നിരുന്നത്. നമ്മൾ പറഞ്ഞു ഇതെല്ലാം ഐസൊലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ അല്ലേ, ഓരോന്നും ഐസൊലേറ്റഡ് ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഏതൻസിൽ ഉണ്ടായിരുന്നതിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിരുന്നു സ്പാർട്ടയിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. The education system that existed in Sparta emphasized traditional values and military training. അപ്പോൾ ഏതൻസിലുണ്ടായിരുന്നത് സ്പാർട്ടയിലുണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ മിലിറ്ററിക്കും അതുപോലെ തന്നെ മിലിറ്ററി ട്രെയിനിങ് കൊടുക്കണം, ട്രഡീഷണൽ വാല്യൂസിനെ എംഫസൈസ് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു. ഈ സ്പാർട്ട ബോയ്സ് വെർ റിക്വയർഡ് ടു സെർവ് ഇൻ ദ മിലിറ്ററി ഫോർ 23 years. അപ്പോൾ എന്താണ് ആൺകുട്ടികൾ 23 വർഷം സൈനിക സേവനം നിർബന്ധം ആണ് എന്നുള്ളതും അവിടെ ഉണ്ടായിരുന്ന സംഭവമാണ്. പ്രസന്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൻസ് ആൻഡ് സ്പാർട്ട ഇൻ ഡയലോഗ് ഫോം. ഇവിടെ ഏതൻസിനെയും സ്പാർട്ടയെയും തമ്മിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കണം. അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അവർ കൺട്രി ഈസ് നോൺ ആസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ഡെമോക്രസി. ഡെമോക്രസിയുടെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് ഏതാണ്? ഏതൻസ് ആണ് അല്ലേ. ഇത് നമ്മൾ സ്പാർട്ടയുടേതാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, സ്പാർട്ടയുടെ എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെയുള്ള ഈ പോയിന്റ് തന്നെ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സ്പാർട്ട എംഫസൈസ് ട്രഡീഷണൽ വാല്യൂസ് ആൻഡ് മിലിറ്ററി ട്രെയിനിങ്. ഈ ഒരു പോയിന്റ് നിങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് എടുത്ത് എഴുതിയാൽ മാത്രം മതി. ദ പേർഷ്യൻ എംപയർ വിച്ച് വാസ് ഹോസ്റ്റിബിൾ ടു ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് വാസ് ഇൻവേഡഡ് ആൻഡ് കോൺഗേർഡ് ബൈ എ കോമ്പൈൻഡ് ആർമി ഓഫ് ഏതൻസ് ആൻഡ് സ്പാർട്ട. അപ്പോൾ ഗ്രീക്ക് നഗരരാഷ്ട്രത്തിലെ ശത്രുതയിലായിരുന്ന ഒന്നായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാമ്രാജ്യത്തെ ഏതൻസിൻ്റെയും സ്പാർട്ടയുടെയും ഒരു സൈന്യം എന്താണ് ആക്രമിക്കുകയാണ്, കോൺഗർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദീസ് വാർസ് ആർ നോൺ ആസ് ദ ഗ്രീക്കോ പേർഷ്യൻ വാർ. ഇതിനെയാണ് നമ്മൾ ഗ്രീക്കോ പേർഷ്യൻ വാർ എന്ന് പറയുന്നത്, ഇവർ തമ്മിലുള്ള ആ ഒരു വാറിനെ. ബട്ട് ലേറ്റർ സ്പാർട്ട വിച്ച് ബിക്കെയിം ഹോസ്റ്റ്ലി ടു ഏതൻസ് ഫോംഡ് ആൻ അലയൻസ് വിത്ത് സെർട്ടൈൻ സിറ്റി സ്റ്റേറ്റ്സ് was waged war against the Athens. In this war known as the Peloponnesian War, Sparta emerged victorious. അപ്പോൾ എന്താണ്, പക്ഷേ ഇത് പിന്നീട് എന്ത് സംഭവിച്ചു, ഏതൻസുമായിട്ട് ശത്രുതയിലായിരുന്ന ഈ ഒരു സ്പാർട്ടയുമായിട്ടുള്ള സഖ്യത്തിലായിരുന്ന ചില നഗര രാഷ്ട്രങ്ങളും ചേർന്ന് ഏതൻസിനെ ആക്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആ ഒരു പെലോപോനീഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്ന ഈ യുദ്ധങ്ങളിൽ സ്പാർട്ട വിജയിക്കുകയും ചെയ്തു. നമ്മുടെ സ്പാർട്ട എന്ത് ചെയ്തു, അതിൽ വോണാവുകയും ചെയ്യുകയാണ് ചെയ്തത്. ഇനി അടുത്തത് എന്താണ് മാരത്തോൺ റേസ് എന്ന്. നമ്മൾ മാരത്തോൺ റേസ് എന്ന് കേട്ടിട്ടുണ്ടല്ലേ. എന്താണ് അതിൻ്റെ പിറകിലുള്ള ബിഹൈൻഡ് ദ ഹിസ്റ്ററി എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഡ്യൂറിങ് ദ ഗ്രീക്കോ പേർഷ്യൻ വാർ ദ ഗ്രീക്ക് ആൻഡ് ദ പേർഷ്യൻ ഫോർട്ട് ബൈ അറ്റ് മാരത്തോൺ ലൊക്കേറ്റഡ് അബൌട്ട് 26 miles from Athens. The Greeks emerged victorious in the battle. A messenger was sent to Athens to deliver the news of their triumph. After turning into the distance, he joyfully shouted, "Rejoice, we have won." As he ran a very long distance, he died immediately. In memory of this event, the long distance race came to be known as the marathon race. അപ്പോൾ ഗ്രീക്കോ പേർഷ്യൻ യുദ്ധകാലത്ത് ഏതൻസിൽ 26 മൈലുകൾക്ക് അപ്പുറത്തുള്ള ഒരു മാരത്തണിൽ വെച്ച് ഗ്രീക്കുകാരും പേർഷ്യക്കാരും കൂടിയിട്ട് ഏറ്റുമുട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ യുദ്ധത്തിൽ ഗ്രീക്കുകാർ വിജയികളാവുകയും ചെയ്തു. അപ്പോൾ ഈ വിജയ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി ഒരു സന്ദേശവാഹകനെ ഏതൻസിലേക്ക് അയക്കുകയാണ്. അപ്പം അത്രയും ദൂരം ഓടിയെത്തിയ അയാൾ സന്തോഷത്തോടെ പറയാണ്, റിജോയ്സ് വി ഹാവ് വോൺ എന്ന് പറയാണ്, ആഹ്ലാദിക്കൂ നമ്മൾ ജയിച്ചു എന്ന് ആർത്തു വിളിച്ചു. പക്ഷേ ദീർഘദൂരം ഓടിയതിൻ്റെ ആ ഫലമായിട്ട് അയാൾ എന്ത് ചെയ്തു, അയാൾ മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഓട്ടത്തിൻ്റെ ഓർമ്മക്കായിട്ടാണ് ഈ ഒരു ദീർഘദൂരം ഓടുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്, മാരത്തോൺ റേസ് എന്ന് പറയുന്നത്. അടുത്തത് ഹെറോഡോട്ടസ് ആൻഡ് തൂസിഡൈറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. History is a famous work based on the Greco-Persian Wars. It is considered to be the first historical work in the world. It was written by Herodotus, who is known as the father of history. The Peloponnesian war between Sparta and Athens were recorded by the historian Thucydides.
ദ നെയിം ഓഫ് ദിസ് വർക്ക് ഈസ് ഹിസ്റ്ററി ഓഫ് ദ പെലപ്പോനേഷ്യൻ വാർ. അപ്പോൾ എന്താണ്, ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ബേസ് ചെയ്തിട്ട് രചിച്ചിട്ടുള്ള ഒരു വർക്കാണ് അല്ലെങ്കിൽ ഒരു കൃതിയാണ് എന്ത് പറയുന്നത്, ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്നത്. ലോകത്തെ തന്നെ ആദ്യത്തെ ഒരു ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നും അറിയപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ പെലപ്പോനേഷ്യൻ യുദ്ധങ്ങളുടെ ചരിത്രമാണ് ഇതിൽ ഉണ്ടായിരുന്നത്. തൂസിഡൈഡ്സ് എന്ന ചരിത്രകാരനാണ് ഹിസ്റ്ററി ഓഫ് ദ പെലപ്പോനേഷ്യൻ വാർ എന്ന ഈ ഒരു കൃതിയുടെ പേര് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഗ്രീക്ക് ഫിലോസഫേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് ഹയർ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഏതൊരു കൺസെപ്റ്റിൻ്റെയും ഒട്ടുമിക്ക കൺസെപ്റ്റിൻ്റെയും ബാക്കിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഗ്രീക്ക് ഫിലോസഫേഴ്സിലാണ് വരാറുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള 3 ഗ്രീക്ക് ഫിലോസഫേഴ്സാണ് പറയുന്നത്. ഒന്ന് സോക്രട്ടീസ്, മറ്റൊന്ന് പ്ലാറ്റോ, മറ്റൊന്ന് അരിസ്റ്റോട്ടിൽ. ആദ്യം നമുക്ക് സോക്രട്ടീസിനെ നോക്കാം. എംഫസൈസ്ഡ് ദാറ്റ് നോളജ് ഈസ് വെർച്യു. നോളജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വെർച്യു, ഒരു നന്മയാണെന്നുള്ള തത്വമാണ് അദ്ദേഹം, അതിനാണ് കൂടുതൽ എംഫസൈസ് അദ്ദേഹം കൊടുത്തിരുന്നത്. പ്രൊപ്പഗേറ്റഡ് ഐഡിയാസ് ത്രൂ ദ മെത്തേഡ് ഓഫ് ലോജിക്കൽ ഡിസ്കഷൻ, അഥവാ സോക്രറ്റിക് മെത്തേഡ് എന്നും അതിനെ പറയും. ഒരു ലോജിക്കൽ ഡിസ്കഷൻ മെത്തേഡിലൂടെയായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാറ്റോ ആണ്. ഡിസിപ്ലിൻ ഓഫ് സോക്രട്ടീസ്, എന്താണ്, ഈ സോക്രട്ടീസിൻ്റെ ഡിസിപ്ലിൻ, ശിഷ്യനായിരുന്നു. ദെൻ ഫൗണ്ടഡ് എ സ്റ്റഡി സെൻറ്റർ കോൾഡ് ദ അക്കാദമി. അക്കാദമി എന്ന് പറയുന്ന ഒരു സ്റ്റഡി സെൻറ്റർ അദ്ദേഹം നിർമ്മിച്ചു. ഫേമസ് വർക്ക് ദ റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള വർക്ക്. നെക്സ്റ്റ് വൺ അരിസ്റ്റോട്ടിലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എ സ്റ്റുഡൻറ്റ് ഓഫ് പ്ലാറ്റോ അറ്റ് ദ അക്കാദമി. നമ്മുടെ പ്ലാറ്റോയുടെ അക്കാദമി എന്നതിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഇദ്ദേഹം. മാത്രമല്ല എസ്റ്റാബ്ലിഷ് സ്റ്റഡി സെൻറ്റർ കോൾഡ് ദ ലൈസിയം. ലൈസിയം എന്ന് പറയുന്ന ഒരു പഠന കേന്ദ്രം അദ്ദേഹം എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു, നിർമ്മിച്ചു. ഓതർ ഓഫ് ദ ബുക്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ബുക്കിൻ്റെ ഓതർ കൂടെയാണ് അദ്ദേഹം. Then details about ancient Greek culture are obtained of Homer's epic poem The Iliad and the Odyssey. അഥവാ ഈ പുരാതന ഗ്രീക്കിൻ്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തരുന്നത് ഹോമറിൻ്റെ ഒരു എന്താ പറയുക, ഒരു എപ്പിക് പോമായിട്ടുള്ള എലിയഡ് ആൻഡ് ഒഡീസി എന്നിവയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ എലിയഡിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ദ എലിയഡ് ഈസ് ദ സ്റ്റോറി ഓഫ് ദ വാർ വേജ്ഡ് ബൈ ദ ഗ്രീക്ക് അഗെയിൻസ്റ്റ് ദ സിറ്റി ഓഫ് ട്രോയ്. ഗ്രീക്കുകാർ ട്രോയ് എന്നുള്ള നഗരത്തിന് നേരെ നടത്തിയ ഒരു യുദ്ധത്തിൻ്റെ കഥയാണ് ഈ ഒരു എലിയഡ് എന്നതിൽ പറയുന്നത്. The Greek army could not win even after wars that lasted for years. പക്ഷേ എന്താണ്, ട്രോയ് നഗരവുമായിട്ടുള്ള ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് വർഷങ്ങൾ നീണ്ടു നിന്നിട്ടുള്ള ഒന്ന് തന്നെയാണ്. അവിടെ ഗ്രീക്ക് സൈന്യത്തിന് വിജയിക്കാനും കഴിഞ്ഞിട്ടില്ല. They built a large wooden horse. The best Greek warriors were made to the hide inside the horse and it was left on the way to the Troy city. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്, അവർ ഒരു കൂറ്റൻ മരത്തിൻ്റെ ഒരു ഹോൾസ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഏറ്റവും മികച്ച കുറച്ച് സോൾജേഴ്സിനെ ആ കുതിരക്കുള്ളിലാക്കിയ ശേഷം ട്രോയ് നഗരത്തിൻ്റെ വഴിയിൽ ഉപേക്ഷിച്ച് അവർ പോയി. പിന്നെന്താ സംഭവിച്ചത്, ദ റെസ്റ്റ് ഓഫ് ദ ആർമി retreated. The Trojans believed the wooden horse to be a gift from the Greek who accepted defeat. On victory, the Trojans brought the wooden horse inside the city at night. When all were asleep, the Greek soldiers came out from the horse. The Greek ships which were hiding in the sea rushed to Troy. The city of the Troy was destroyed completely by morning. അപ്പോൾ ഇത് ഉപേക്ഷിച്ച് പോയപ്പോൾ ഇവർ വിചാരിച്ചു ഗ്രീക്കുകാർ നൽകിയ സമ്മാനമാണ് എന്ന് വിചാരിച്ചിട്ട് ട്രോജന്മാർ അത് എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ നഗരത്തിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും കൊണ്ടുവന്നു. അപ്പോൾ ഇവരുടെ വിജയം ആഘോഷിക്കുന്ന ആ ഒരു തിരക്കിൽ ഇത് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചു. രാത്രിയായി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ കുതിരക്കുള്ളിൽ നിന്നും ഈ സോൾജേഴ്സൊക്കെ പുറത്ത് വന്നിട്ട് ഇവരെ ആക്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കടലിൽ ഒളിച്ചു കിടക്കുകയായിരുന്ന ഗ്രീക്ക് കപ്പലുകൾ ട്രോയിലേക്ക് ഇരിച്ചു കയറുകയും ആ ഒരു പ്രഭാതം വിടരുമ്പോഴേക്കും മോർണിംഗ് ആകുമ്പോഴേക്കും അവിടെ ആകെ നാമാവശേഷമായി മാറ്റുകയാണ് ചെയ്തത്. അവർ മൊത്തം പിടിച്ചടക്കുകയാണ് ചെയ്തത്. ദെൻ create a wall magazine with a picture and information about Greek who contributed to history, philosophy and literature. അപ്പോൾ നമ്മൾ കുറച്ച് ഫിലോസഫേഴ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ ഫിലോസഫേഴ്സിൽ മാത്രമല്ല അവരെന്താണ് ഹിസ്റ്ററിയിലും അതുപോലെ തന്നെ ഫിലോസഫിയിൽ ലിറ്ററേച്ചറിലും ഒക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പിക്ചേഴ്സും അതുപോലെ തന്നെ അവരെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വാൾ മാഗസിൻ ഉണ്ടാക്കാനാണ് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ തന്നെ ഇഷ്ടംപോലെ ആളുകൾ കിട്ടും. നിങ്ങളത് കളക്ട് ചെയ്യുക, എന്നിട്ട് ഒരു വാൾ മാഗസിൻ തയ്യാറാക്കുക.
നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പേർഷ്യൻ എംപയറിനെ കുറിച്ചിട്ടാണ്. ദെൻ ഫ്രണ്ട്സ്, അവർ കൺട്രി ഇറാൻ ഹാസ് പേർഷ്യൻ കൾച്ചറൽ ഹെറിറ്റേജ്. എന്താ പറയുന്നത്? ഞങ്ങളുടെ രാജ്യമായ ഇറാന് പേർഷ്യൻ കൾച്ചറൽ ഹെറിറ്റേജിൽ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ്. ദ പേർഷ്യൻ എംപയർ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എംപയർ ദാറ്റ് എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു സാമ്രാജ്യങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഈ ഒരു പേർഷ്യൻ എംപയർ എന്ന് പറയുന്നത്. ദ പേർഷ്യൻ എംപയർ വാസ് എ മിക്സ്ചർ ഓഫ് ഡിവേഴ്സ് കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് ട്രഡീഷൻസ് ആസ് ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ടെറിട്ടറീസ് were part of this empire. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഒരുപാട് മിക്സ്ചർ ആയിട്ടുള്ള ഡിവേഴ്സ് കൾച്ചേഴ്സും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ്, ട്രഡീഷൻസ് എല്ലാം കൂടിയുള്ള ഒരു ജോഗ്രഫിക്കൽ ടെറിറ്ററി തന്നെയാണ് ഈ ഒരു പേർഷ്യൻ എംപയർ എന്ന് പറയുന്നത്. ദെൻ പെർസോപോളിസ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദിസ് എംപയർ. അപ്പോൾ ഈ എംപയറിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പെർസോപോളിസ് എന്നുള്ളതാണ്, പെർസെപോളിസ്. ദെൻ യു ഹാവ് ലിസൺ ടു ജോഹാൻസ് ഡിസ്ക്രിപ്ഷൻ ഹു റെപ്രസെൻറ്റഡ് ഇറാൻസ് ഇൻ ദ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ നമ്മുടെ ഇറാനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ജഹാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. വാട്ട് ആർ ദ ഐഡിയാസ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ജഹാൻസ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത്? ഇറാൻ ഈസ് എ കൺട്രി വിത്ത് പേർഷ്യൻ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. മോഡേൺ ഇറാൻ ഈസ് എ പാർട്ട് ഓഫ് ദ ആൻഷ്യൻ പേർഷ്യൻ എംപയർ എന്നും നമുക്ക് മനസ്സിലായി. മോഡേൺ ഇറാൻ എന്ന് പറയുന്നത് ആൻഷ്യൻ പേർഷ്യൻ എംപയറിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സംഭവമാണ്. ദ പേർഷ്യൻ എംപയർ ഈസ് എ മിക്സ്ചർ ഓഫ് ഡിവേഴ്സ് ലാംഗ്വേജ് ആൻഡ് കൾച്ചേഴ്സ്. അപ്പോൾ ഈ പേർഷ്യൻ എംപയർ എന്ന് പറയുന്നത് ഒരുപാട് ഡിവേഴ്സ് ആയിട്ടുള്ള കൾച്ചേഴ്സിൻ്റെയും ലാംഗ്വേജസിൻ്റെയും എല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സ്ചറാണ്. The prominent rulers of the Persian Empire were Cyrus and Darius I and Xerxes. എന്താണ്? അപ്പോൾ ഈ ഒരു പേർഷ്യൻ എംപയറിൻ്റെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള റൂളേഴ്സ് ആരെന്ന് പറയുന്നത് സൈറസും ദാരിയസും അതുപോലെ തന്നെ സെർക്സിസ് I എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് ദ പേർഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് നമ്മളടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെയാണ്? ദ വാസ്റ്റ് എംപയർ വാസ് ഡിവൈഡഡ് ഇൻ ടു സെവറൽ സ്റ്റാപ്പീസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. അപ്പോൾ ഈ ഭരണ സൗകര്യത്തിനായിട്ട് വിശാലമായിട്ടുള്ള ഈ ഒരു എംപയറിനെ നിരവധി സ്റ്റാപ്പീസ് ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദീസ് സ്ട്രാപ്പീസ് were under governors known as straps. അപ്പോൾ സ്ട്രാപ്സ് എന്ന് പറയുന്ന ഒരു ഗവർണേഴ്സിൻ്റെ അണ്ടറിലായിരുന്നു ഈ സ്ട്രാപ്പീസ് നിലനിന്നിരുന്നത്. ദീസ് സ്ട്രാപ്സ് എൻഫോഴ്സ്ഡ് ദ ലോസ് ആൻഡ് ദ ടാക്സ് സിസ്റ്റം ഓഫ് ദ കിങ് ഇൻ ദ സ്ട്രാപ്പീസ്. അപ്പോൾ ഈ സ്ട്രാപ്പീസിൽ നിന്ന് രാജാവിൻ്റെ ലോസും അതുപോലെ തന്നെ ടാക്സസും ഒക്കെ എവിടെയാണ് ഈ സ്ട്രാപ്സ് എന്നുള്ള സ്ഥലത്ത് അവർ നടപ്പാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്ട്രാപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നടപ്പിലാക്കി. ഓക്കെ, കുറച്ച് കൺഫ്യൂഷൻ ആണല്ലേ പേരുകൾ തമ്മിൽ. ഓക്കെ, ക്ലിയർ ആയില്ല. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സൊറാസ്ട്രിയൻ ഫിലോസഫിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ സൊറാസ്ട്രിയൻ ഫിലോസഫി ഒറിജിനേറ്റഡ് ഇൻ പേർഷ്യ. ഇത് പേർഷ്യയിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. ദെൻ ഫൗണ്ടഡ് ബൈ സൊറാസ്റ്റർ ആണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ബിലീവ്ഡ് ഇൻ വൺ ഗോഡ് കോൾഡ് അഹൂറ മാസ്ദ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, വൺ ഗോഡ് എന്നുള്ളതിലായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. സെൻഡ് അവസ്ഥ വാസ് ദ റിലീജിയസ് ടെക്സ്റ്റ്. അപ്പോൾ ഇവിടുത്തെ റിലീജിയസ് ടെസ്റ്റാണ് സെൻഡ് അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ റിലീജിയൻ്റെ ഒരു ടെസ്റ്റ് ആയിരുന്നു, ഇതിൻ്റെ റിലീജിയൻ ടെസ്റ്റ് ആണെന്ന് പറയാം. ഇനി അടുത്ത നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പ്രിപ്പയർ എ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ടു ഓർഗനൈസ് എ ക്വിസ് ഓൺ ദ പേർഷ്യൻ എംപയർ ആൻഡ് ഇറ്റ്സ് കൾച്ചർ. അപ്പോൾ പേർഷ്യൻ എംപയറിൻ്റെയും അതിൻ്റെ കൾച്ചറിനെയും കുറിച്ചുകൊണ്ട് എന്ത് സംഘടിപ്പിക്കണം? ഒരു ക്വിസ് സംഘടിപ്പിക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പേർഷ്യൻ കൾച്ചർ ഈസ് മെയിൻലി അസോസിയേറ്റഡ് വിത്ത് വിച്ച് മോഡേൺ കൺട്രി. ഏത് മോഡേൺ കൺട്രിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് പേർഷ്യൻ കൾച്ചർ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് പേർഷ്യൻ എംപയർ. പേർഷ്യൻ എംപയറിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? ദെൻ ഹൂ ഫോർ ദ മെയിൻ റൂളേഴ്സ് ഓഫ് ദ പേർഷ്യൻ ഡൈനാസ്റ്റി. പേർഷ്യൻ ഡൈനാസ്റ്റിയിലെ മെയിൻ ആയിട്ടുള്ള റൂളേഴ്സ് ആരൊക്കെയായിരുന്നു? ഹൂ വാസ് നോൺ ആസ് ദ സ്ട്രാപ്സ്. ആരാണ് സ്ട്രാപ്സ് എന്ന് പറയുന്നത്? വാട്ട് ഫോർ ദ പ്രൊവിൻസസ് നോൺ ആസ് ഇൻ പേർഷ്യൻ എംപയർ. പേർഷ്യൻ എംപയറിൻ്റെ പ്രൊവിൻസസിനെ പറയുന്നത് എന്താണ്? ഓക്കെ, ദെൻ വാട്ട്സ് ദ ഫിലോസഫി ദാറ്റ് എമർജ്ഡ് ഇൻ പേർഷ്യ. പേർഷ്യയിൽ എമർജ് ചെയ്തിട്ടുള്ള ഒരു ഫിലോസഫിയുടെ പേരെന്തായിരുന്നു? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റോമൻ എംപയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് എൽന. ഓക്കെ,
മൈ കൺട്രി ഇറ്റലി വാസ് പാർട്ട് ഓഫ് ദ റോമൻ എംപയർ. എൻ്റെ കൺട്രി ഇറ്റലി എന്ന് പറയുന്നത് റോമൻ എംപയറിൻ്റെ ഒരു ഭാഗമായിരുന്നു. ദ സിറ്റി ഓഫ് റോം ഈസ് കൺസിഡേർഡ് ടു ബി ദ ബർത്ത് പ്ലേസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ. അപ്പോൾ വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ഒരു ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് റോം തന്നെയായിരുന്നു. The expression all roads lead to Rome itself indicates the importance of its empire. അപ്പോൾ ഈ എംപയറിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്ന ഒരു എക്സ്പ്രഷനാണ് all roads lead to Rome. എല്ലാ റോഡുകളും റോമിലേക്ക് നയിക്കുന്നതാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എത്രയും ഇമ്പോർട്ടൻസ് ആണ് അവിടെ എന്നുള്ളത്. ഇൻ ദ ഏർലി ഡേയ്സ് റോം വാസ് എ മൊണാർക്കി. അപ്പോൾ ആദ്യകാലത്ത് നമ്മുടെ റോം എന്ന് പറയുന്നത് ഒരു മൊണാർക്കി ഉള്ള ഒരു സ്ഥലമായിരുന്നു. However, in the course of time rebellions arose against the rulers who were not a conquered about the people, and the monarchy ended in the 6th century BC. അപ്പോൾ ആദ്യം ഒരു മൊണാർക്കി അഥവാ ഒരു ഏകാധികാരം എന്ന രീതിയിലായിരുന്നു. പിന്നീട് ആളുകളൊക്കെ അതിനെതിരെ സംഘടിപ്പിക്കാനൊക്കെ തുടങ്ങുകയും പിന്നീട് അത് BC 6ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് എൻഡ് ചെയ്യുകയുമാണ് ചെയ്തത്. ദെൻ എ ന്യൂ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് കോൾഡ് ദ റിപ്പബ്ലിക് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ റോം. അങ്ങനെ അതിനുശേഷം റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു പുതിയ ഗവൺമെൻറ്, ഒരു ന്യൂ സിസ്റ്റം അവിടെ വന്നു. ദ റൈസ് ഓഫ് ദ റിപ്പബ്ലിക് വാസ് എ മേജർ ടേണിംഗ് പോയിന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ആൻഷ്യൻ റോം. അപ്പോൾ ആൻഷ്യൻ റോമിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഈ റിപ്പബ്ലിക് വന്നേ എന്നുള്ളത്. കാരണം മൊണാർക്കി മാറി അവിടെ റിപ്പബ്ലിക് ആയിട്ട് മാറുകയാണ് ചെയ്തത്. നോട്ട് ദ ഇൻഫർമേഷൻ ഗോട്ട് ഫ്രം എൽനാസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻഷ്യൻ റോം. അപ്പോൾ ആൻഷ്യൻ റോമിനെ കുറിച്ചിട്ട് ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത്? റോം ഈസ് കൺസിഡേർഡ് ദ ബർത്ത് പ്ലേസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ദ സിറ്റി ഓഫ് റോം ഈസ് കൺസിഡേർഡ് ദ ബർത്ത് പ്ലേസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ. ദ മൊണാർക്കി വാസ് ദ ഫസ്റ്റ് ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ റോം. അപ്പോൾ മൊണാർക്കി ആയിരുന്നു ഫസ്റ്റ് റോമിൽ ഉണ്ടായിരുന്നത്. ബൈ ദ 6th century BC ദ മൊണാർക്കി എൻഡഡ് എ ന്യൂ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് കോൾഡ് റിപ്പബ്ലിക് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അപ്പോൾ BC 6ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് അത് എൻഡ് ആവുകയും പിന്നെ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു പുതിയ സിസ്റ്റം അവിടെ വരികയും ചെയ്തു. ഇതാണ് അതിൽ നിന്നും മനസ്സിലായ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇൻ ദ റോമൻ റിപ്പബ്ലിക് ഇൻസ്റ്റെഡ് ഓഫ് എ കിങ് ഗവർൺസ് വാസ് entrusted to elected officials known as consuls. In 1st century BCE, Julius Caesar, who held the office of consul, and the republican system assumed power as a dictator. അപ്പോൾ എന്താണ് ഇത് വന്നതോട് കൂടിയിട്ട് അവിടെ എന്താ സംഭവിച്ചത്? അവിടെ നമ്മുടെ കിങ്ങിന് പകരം കോൺസൽ എന്നറിയപ്പെടുന്ന ഒരു ഉദ്യോഗാർത്ഥി വരികയാണ് ചെയ്തത്. ഇപ്പോൾ BC 1ാം നൂറ്റാണ്ടിലെ റോമൻ റിപ്പബ്ലിക്കിൻ്റെ കോൺസൽ പദവി വഹിച്ചിരുന്നത് നമ്മുടെ ജൂലിയസ് സീസർ എന്ന് പറയുന്ന ആളായിരുന്നു. ഇപ്പോൾ റിപ്പബ്ലിക്കൻ ഭരണ രീതി അവസാനിപ്പിച്ച് അവിടെ ഒരു മൊണാർക്കി അല്ലേ, ഏകാധിപതി അധികാരം കൈയടക്കുകയാണ് പിന്നെ ചെയ്തത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഇറ്റ് വാസ് ഡ്യൂറിങ് ദ റീജിയൻ ഓഫ് അഗസ്റ്റസ് വാസ് ദ റോമൻ റിപ്പബ്ലിക് ട്രാൻസ്ലേറ്റഡ് കംപ്ലീറ്റ്ലി ഇൻ ടു റോമൻ എംപയർ. വിത്ത് ദിസ് ദ എംപറർ ബിക്കേം ദ സുപ്രീം റൂളർ. അപ്പോൾ അഗസ്റ്റസിൻ്റെ ഭരണകാലത്ത് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായിട്ടും റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറുകയും ഇതോടുകൂടി ചക്രവർത്തി എന്നുള്ള ആ ഒരു പദവി മാറുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ താഴെ പറയുന്നുണ്ട് ഫീച്ചേഴ്സ് ഓഫ് റോമൻ എംപയർ എന്തൊക്കെയാണെന്ന്. ദ റോമൻ എംപയർ വാസ് എ വാസ്റ്റ് എംപയർ ദാറ്റ് ഈസ് സ്പ്രെഡ് അക്രോസ് യൂറോപ്പ്, നോർത്ത് ആഫ്രിക്ക ആൻഡ് വെസ്റ്റ് ഏഷ്യ. അപ്പോൾ യൂറോപ്പിൽ അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ആഫ്രിക്ക, വെസ്റ്റേൺ ഏഷ്യ എന്നിവിടങ്ങളിലൊക്കെ വ്യാപിച്ചിരുന്ന ഒരു വിശാലമായിട്ടുള്ള എംപറർ ആയിരുന്നു റോമൻ എംപറർ എന്ന് പറയുന്നത്. ദ റോമൻ എംപറേഴ്സ് വേർ നോൺ ആസ് ദ പ്രിൻസപ്പ്, ദ ഫസ്റ്റ് സിറ്റിസൺ. അപ്പോൾ ഈ റോമൻ എംപററിനെ പറയുന്ന പേരാണ് പ്രിൻസപ്പ് എന്ന് പറയുന്നത്, അഥവാ ഫസ്റ്റ് സിറ്റിസൺ എന്നുള്ള അർത്ഥത്തിലാണ്. ദ സിസ്റ്റം ഓഫ് ഗവർണൻസ് ലെഡ് ബൈ പ്രിൻസപ്പ് വാസ് കോൾഡ് ദ പ്രിൻസിപ്പേറ്റ്. അപ്പോൾ ഈ പ്രിൻസപ്പ് തലവനായിട്ടുള്ള ഈ റോമൻ എംപയറിൻ്റെ സംവിധാനത്തെ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പേറ്റ് എന്നുള്ളത്. ഓക്കെ, ദ അഗസ്റ്റസ് എസ്റ്റാബ്ലിഷ്ഡ് ദ പ്രിൻസിപ്പേറ്റ് ഗവേണിംഗ് സിസ്റ്റം. അപ്പോൾ അഗസ്റ്റസ് ആണ് ഈ ഒരു പ്രിൻസിപ്പേറ്റ് എന്നുള്ള ആ ഒരു ഭരണ സംവിധാനം അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ദർ വാസ് എ സ്ട്രോങ് ആർമി ദാറ്റ് ഡിഡ് സെർവ് ഫോർ റെഗുലർ വേജസ്. അപ്പോൾ റെഗുലർ വേജസിൽ അവിടെ നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആർമിയും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ കൾച്ചറൽ കോൺട്രിബ്യൂഷൻ ഓഫ് റോമിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് റോം റിമൈൻസ് ഇൻ ഏരിയ സച്ച് ആസ് ലാംഗ്വേജ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്, ദ അർബൻ പ്ലാനിങ്. അപ്പോൾ പ്രധാനമായിട്ടും അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നത് ലാംഗ്വേജിൽ, ലിറ്ററേച്ചറിൽ, ആർട്ടിൽ, അർബൻ പ്ലാനിങ്ങിൽ ഒക്കെ ആയിരുന്നു. ദ aqueducts which are arched canals built to supply water and vast open venue called a colosseum are the cultural കോൺട്രിബ്യൂഷൻ ഓഫ് റോം. അപ്പോൾ റോമിലെ
ജലവിതരണത്തിനായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കമാനങ്ങളും കനാലുകളും അക്വഡക്റ്റുകളും വിശാലമായിട്ടുള്ള കൊളസിയം ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ പ്രധാനമായിട്ടും ഇവരുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു ലോകത്തിനുണ്ടായിരുന്നത്. ഇനി എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുണ്ട്, എന്താണ് അക്വഡക്റ്റ് എന്നുള്ളതും കൊളസ്ട്രം എന്താണെന്നുള്ളതും അവിടെ തന്നിട്ടുണ്ട്. Then make a note on the different administrative system that existed in Rome. അപ്പോൾ റോമിലുണ്ടായിരുന്ന ആ ഒരു ഡിഫറെൻറ്റ് എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു പാരഗ്രാഫ് പോലെ എഴുതുകയാണ് വേണ്ടത്. ജസ്റ്റ് പറഞ്ഞു തരാം. The Roman Empire was a administrative system that ruled a large area. Rome began as a city-state and later into an empire that controlled the regions of Italy and the surrounding cities. The Roman Empire had a great influence on the Mediterranean regions for centuries. The Roman Empire had two main periods. One is Republic, second one is Empire. The Republic, during this period, Rome was ruled in a democratic manner. A senate and a elected officials ruled. Then Empire എന്ന് പറയുന്നത് during the period Rome was ruled under an empire. The emperor had all the powers. The Roman Empire lasted for about 500 years. Later the empire weakened and collapsed due to various reasons. അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ഉണ്ടായിരുന്നത്, ഒന്ന് റിപ്പബ്ലിക്കും മറ്റൊന്നും എംപറർ അല്ലേ. അപ്പോൾ എംപറർ ഏകദേശം 500 വർഷത്തോളം അങ്ങനെ നിലനിന്നിരുന്നു. അതിനുശേഷം ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് അത് ഇല്ലാതായതും പിന്നെ റിപ്പബ്ലിക് എന്നുള്ള ഒരു സിസ്റ്റം, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വന്നതും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്റ്റേറ്റ് ഫോർമേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 കൺട്രീസും കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇന്ത്യയെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. വിവാൻ റെപ്രസെൻറ്റഡ് ഇന്ത്യ ഇൻ ദ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം. ലെറ്റ്സ് ലിസൺ ടു വിവാൻസ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ വിവാനാണ് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ വിവാൻ്റെ ഡിസ്ക്രിപ്ഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് വായിച്ചു നോക്കാം. ഹലോ, ഐ എം വിവാൻ റെപ്രസെൻറ്റിംഗ് ഇന്ത്യ in this program. You might have heard about the Harappan civilization and flourished along the Indus River and the tributaries. അപ്പോൾ നമ്മൾ ഹരപ്പൻ സിവിലൈസേഷനെ കുറിച്ചിട്ടും ഇൻഡസ് റിവറിൽ ഉണ്ടായിരുന്ന അതിൻ്റെ ട്രൈബ്യൂട്ടറീസിലും ഉണ്ടായിരുന്ന ആ ഒരു സിവിലൈസേഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. Then, after the decline of the Harappan civilization, the Aryans settled in the Sapta Sindhu region, the northwestern part of India subcontinent, around 1500 BCE. അപ്പോൾ ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഡിക്ലൈനോട് കൂടിയിട്ട് ആര്യൻസ് സപ്ത സിന്ധു റീജിയനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക, അവിടെ സെറ്റിൽ ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ 1500 വർഷങ്ങൾക്ക് മുമ്പ് ഇത് സംഭവിച്ചത്. വി ഗെറ്റ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഫ്രം വേദാസ് റിട്ടൺ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അപ്പോൾ ആ സമയത്ത് എഴുതിയ വേദങ്ങളിൽ നിന്നാണ് നമുക്ക് ഇതിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ദ പീരീഡ് വെൻ വേദാസ് വെർ റിട്ടൺ ഈസ് referred to as the Vedic age. അപ്പോൾ ആ ഒരു വേദം കിട്ടിയിട്ടുള്ള ആ ഒരു വേദം എഴുതപ്പെട്ടിട്ടുള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ വേദിക് ഏജ് എന്ന് പറയുന്നത്. ലേറ്റർ ദ ആര്യൻസ് മൈഗ്രേറ്റഡ് ഫ്രം ദ സപ്ത സിന്ധു റീജിയൻസ് ടു ദ ബാങ്ക് ഓഫ് ദ ഗാങ്സ് ആൻഡ് ദ ട്രൈബ്യൂട്ടറീസ്. അപ്പോൾ അതിനുശേഷം ഈ ആര്യൻസ് എന്ത് ചെയ്തു, സപ്ത സിന്ധു റീജിയൻ ആയിട്ടുള്ള നമ്മുടെ ഗംഗയും അതിൻ്റെ ട്രൈബ്യൂട്ടറീസിലേക്കും മൈഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ദ ഡിസ്കവറി ആൻഡ് യൂസ് ഓഫ് അയൺ ലെഡ് ടു ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ. അപ്പോൾ അവിടെ നിന്നും അവരെന്ത് കണ്ടുപിടിച്ചു, നമ്മുടെ അയൺ കണ്ടുപിടിക്കുകയും അയണിൻ്റെ യൂസ് അഗ്രികൾച്ചർ എക്സ്പാൻഡ് ചെയ്യാനും പ്രൊഡക്ഷൻ കൂട്ടാനൊക്കെ കാരണമായി. സർപ്ലസ് പ്രൊഡക്ഷൻ ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ് സെൻറ്റേഴ്സ്. അപ്പോൾ സർപ്ലസ് പ്രൊഡക്ഷൻ, ഒരുപാട് പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, അവിടെ ട്രേഡ് സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. ദീസ് ട്രേഡ് സെൻറ്റേഴ്സ് ലേറ്റർ ഇവോൾവ് ഇൻ ടു അർബൻ സെൻറ്റേഴ്സ്. അപ്പോൾ ഈ ട്രേഡ് സെൻറ്റേഴ്സ് ആണ് പിന്നീട് ഈ ഒരു അർബൻ സെൻറ്റേഴ്സിലേക്ക് ഇവോൾവ് ആയിട്ടുള്ളത്. ജനപദാസ് ഫോംഡ് സെൻറ്റേഴ്സ് അറൗണ്ട് ദീസ് അർബൻ സെൻറ്റേഴ്സ്. അപ്പോൾ ഈ അർബൻ സെൻറ്റേഴ്സിനെ സെൻറ്റർ ചെയ്തുകൊണ്ടാണ് അവിടെ ജനപദങ്ങൾ എന്നുള്ള അടുത്ത ഒരു നഗരം, ഒരു എന്താ പറയുക, ഒരു സിറ്റി അവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഹാരപ്പൻ സിവിലൈസേഷന് ശേഷം ജനപദം എന്നുള്ള ഒരു നഗരം ഉണ്ടാവാനുള്ള സാഹചര്യവും അങ്ങനെയാണ് അവർ വന്നിട്ടുള്ളതും. ബേസ്ഡ് ഓൺ വിവാൻസ് ഡിസ്ക്രിപ്ഷൻ, ഐഡൻറ്റിഫൈ ദ ഹിസ്റ്റോറിക്കൽ പാത്ത് വേസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ഗ്രോത്ത് ഓഫ് ജനപദാസ് ആൻഡ് കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ അതിന് ബേസ് ചെയ്തിട്ടൊരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്, ഇത് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഡിസ്കവറി ആൻഡ് യൂസ് ഓഫ് അയൺ ആണ് ആദ്യം സംഭവിച്ചത് അല്ലേ. ആദ്യമല്ല, ഇതിലേക്ക് നയിച്ച പ്രധാനമായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതായിരുന്നു. Then
അതിനുശേഷം ദ സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ സ്പ്രെഡ് ചെയ്തു. ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ അഗ്രികൾച്ചർ കൂടിയപ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? അവിടെ ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ഷൻ കൂടും അല്ലേ? പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ സർപ്ലസ് പ്രൊഡക്ഷൻ ആവും. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ സർപ്ലസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സർപ്ലസ് ആകുമ്പോൾ പിന്നെ അത് എന്ത് ചെയ്യണം? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യക്കാരിലേക്ക് കൊടുക്കണം. അതോടുകൂടിയിട്ട് അവിടെ ട്രേഡ് സെൻറ്റേഴ്സ് എമർജ് ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു? കുറേ ട്രേഡ് സെൻറ്റേഴ്സും കുറേ ആളുകളുടെ സെറ്റിൽമെൻറ്റും എല്ലാം ഒരുമിച്ച് വന്നതോട് കൂടിയിട്ട് അവിടെ ഒരു സിറ്റി ഫോർമേഷനാണ് നടക്കുന്നത്. ഫോർമേഷൻ ഓഫ് സിറ്റി വന്നു. അങ്ങനെയാണ് ജനപദാസിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ച് അവസാനമാണ് ഇവിടേക്ക് എത്തിയത് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ പെട്ടെന്ന് ഇന്ന് കാണുന്ന സൗകര്യത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നതല്ല എന്നുള്ളതും നമ്മൾ ഒന്ന് മൈൻഡിൽ വെക്കുക. ദെൻ ഫ്രം ജനപദാസ് ടു മഹാജനപദാസ്. അപ്പോൾ ജനപദാസ് എന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി അല്ലേ? ജസ്റ്റ് ഒന്ന് മനസ്സിലായി. പക്ഷെ ഇവിടെ ജനപദാസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കാം. ജനപദ മീൻസ് ദ ലാൻഡ് വേർ പീപ്പിൾ റിസൈഡ്. പീപ്പിൾ ഹു എസ്റ്റാബ്ലിഷ്ഡ് അഗ്രികൾച്ചറൽ ഫീൽഡ് ആൻഡ് എ റെസിഡൻഷ്യൽ സോൺ ഇൻ റിസോഴ്സ് റിച്ച് ഏരിയ സ്റ്റാർട്ടഡ് ടു സെറ്റിൽ ദർ. ദിസ് ഈസ് ഹൗ ജനപദാസ് വേർ ഫോംഡ്. അപ്പോൾ ജനപദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ വസിക്കുന്ന റിസൈഡ് ചെയ്യുന്ന സ്ഥലം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അവിടെ എന്താണ്? വിഭവങ്ങൾ ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് ലഭ്യമായിട്ടുള്ള ഇടങ്ങളിലാണ് അവിടെ അഗ്രികൾച്ചറും അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റും ഒക്കെ ആളുകൾ നടത്തിയത്. അങ്ങനെ അവിടെ സ്ഥിരമായിട്ട് അവരെ താമസം തുടങ്ങി. ഇങ്ങനെയാണ് അവിടെ ജനപദാസ് എന്നുള്ളത് ഫോം ചെയ്തിട്ടുള്ളത്. ദ 16 മഹാജനപദാസ്. അപ്പോൾ പ്രധാനമായിട്ടും 16 മഹാജനപദങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? കംബോജ, ഗന്ധാര, മഗധ, അങ്ക, വാജി, മല്ല, കാശി, വത്സ, കോശല, ചെഡി, പഞ്ചാല, അശ്മക, അവന്തി, ശുരസേന, കുരു ആൻഡ് മത്സ്യ വേർ ദ 16 മഹാജനപദാസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ജനപദാസ് എന്ന് പറയുന്നത്. 16 മഹാജനപദങ്ങളാണുള്ളത്. അപ്പോൾ ഇതിലെല്ലാം പഠിച്ചു വെച്ചില്ലെങ്കിലും ജസ്റ്റ് പേര് കേട്ടാലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. എക്സാമിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ജനപദങ്ങളിൽ നിന്ന് ഈ 16 മഹാജനപദങ്ങളിലേക്ക് എത്തിയത് എന്ന് നോക്കാം. യു ഹാവ് സീൻ ദാറ്റ് ഇൻ ആൻഷ്യൻ ഇന്ത്യ ജനപദാസ് എമർജ്ഡ് അറൌണ്ട് അർബൻ സെൻറ്റേഴ്സ്. ഫെർട്ടിലൈസ് റിവർ ബാങ്ക്സ് ആൻഡ് അബണ്ടന്റ് ഫോറസ്റ്റ് മെയ്ഡ് സർട്ടൻ ജനപദാസ് മോർ പവർഫുൾ. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി ആൻഷ്യൻ്റ് ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ ഒരു ജനപദങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ ആ ഒരു വർക്ക് ഷീറ്റിലൂടെ മനസ്സിലാക്കി അല്ലേ? അപ്പോൾ അവിടെ ഫെർട്ടിലൈറ്റ് ആയിട്ടുള്ള സോയിൽസും അതുപോലെ തന്നെ റിവർ ബേസും മാത്രമല്ല എന്താ പറയുക സമൃദ്ധമായിട്ടുള്ള ഫോറസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇത് അവിടുത്തെ ജനങ്ങളെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്തത്. The stronger Janapadas which conquered neighboring Janapadas involved into Mahajanapadaas. അങ്ങനെ അവിടെ ഓരോ സ്ഥലങ്ങളും അവരിങ്ങനെ അവരുടേതായി മാറ്റുകയാണ് ചെയ്തത്. ഓരോ സ്ഥലങ്ങളും വെട്ടിപ്പിടിക്കുകയും അത് അവരുടേതായി മാറ്റുകയും ഒക്കെ ചെയ്തപ്പോൾ ജനപദം എന്നുള്ളത് മഹാജനപദമായിട്ട് മാറി. ദിസ് പീരീഡ് ഓഫ് മഹാജനപദാസ് ഈസ് നോൺ ആസ് ദ സെക്കൻഡ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ സെക്കൻഡ് അർബനൈസേഷൻ എന്ന് പറയുന്നത് ഈ ഒരു മഹാജനപദങ്ങൾ വന്നതോടു കൂടിയിട്ടാണ്. ഫസ്റ്റ് അർബനൈസേഷൻ ഏതായിരുന്നു? നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ ആണ് അല്ലേ? ദെൻ മഗധ റോസ് ടു പ്രൊമിനൻസ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഏതാണ്? നമ്മുടെ മഗധയായിരുന്നു. ഇൻ ദ 6th century BC എമംഗ് ദ 16 മഹാജനപദാസ് മഗധ ബിക്കെയിം ദ പ്രോമിനൻറ്റ് ഫോഴ്സ്. അപ്പോൾ ഈ 16 മഹാജനപദങ്ങളിൽ മഗധയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് നിന്നിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു അവിടെ ലൊക്കേഷൻ എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇന്ത്യയിലെ ഏകദേശം എല്ലാ ഭാഗവും അവർ കോൺകർ ചെയ്ത ഭാഗങ്ങളാണ്. ഇന്ത്യ മാത്രമല്ല പാകിസ്ഥാൻ, എന്ന് കാണുന്ന പാകിസ്ഥാൻ്റെ ഭാഗങ്ങളും അവരുടേതായി മാറിയിരുന്നു. ലെറ്റ്സ് എക്സാമിൻ ദ ഫാക്ടർ ദാറ്റ് ഹെൽപ്ഡ് മഗധാസ് എമർജ് ആസ് എ പ്രോമിനൻറ്റ് മഹാജനപദാസ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു മഗധ ഇത്രയും പ്രോമിനൻ്റ് ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പവർഫുൾ റൂളേഴ്സ് ആൻഡ് സ്ട്രോങ് മിലിറ്ററി ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഫെർട്ടിലിറ്റി റിസൾട്ടിങ് ഫ്രം പ്രോക്സിമിറ്റി ടു ദ ഗാങ്സ് ആൻഡ് ദ ട്രൈബ്യൂട്ടറീസ്. അപ്പോൾ നമ്മുടെ ഗംഗയുടെയും അതിൻ്റെ ട്രൈബ്യൂട്ടറീസിൻ്റെയും ഫെർട്ടിലിറ്റി ആയിട്ടുള്ള മണ്ണും കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ അവർക്ക് നന്നായിട്ട് കൃഷി ചെയ്യാനും മറ്റുമൊക്കെ കഴിഞ്ഞു. പ്രസൻസ് ഓഫ് അയൺ ഓർ മാനുഫാക്ചർ ആൻഡ് യൂസ് ഓഫ് അയൺ വെപ്പൺസ് ആൻഡ് ടൂൾസ്. അത് മാത്രമല്ല അയണിൻ്റെ സാന്നിധ്യം, അയൺ ഉപയോഗിച്ചുകൊണ്ട് അവർ നല്ല വെപ്പൺസും ടൂൾസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയും അത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അങ്ങനെ പിന്നെ അത് എന്ത് സംഭവിച്ചു? പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ്. പിന്നെ കൃഷിയൊക്കെ നല്ലപോലെ ചെയ്തു തുടങ്ങി. പിന്നെ നല്ല പ്രൊഡക്ഷനൊക്കെ സർപ്ലസ് ആയതോട് കൂടിയിട്ട് അവിടെ ട്രേഡും കാര്യങ്ങളൊക്കെ എമർജ് ചെയ്യുകയാണ് ചെയ്തത്. ഇനീഷ്യലി രാജഗൃഹ
ആൻഡ് ദ ലേറ്റർ പാടലിപുത്ര സെർവ്ഡ് ആസ് ദ ക്യാപിറ്റൽ ഓഫ് മഗധ. ആദ്യം രാജഗൃഹ എന്ന് പറയുന്നത് പിന്നീട് പാടലിപുത്രമായിരുന്നു നമ്മുടെ മഗധയുടെ ക്യാപിറ്റൽസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ അതിൻ്റെ പ്രോമിനൻറ്റ് റൂളേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് മഗധയിലെ. ഒന്ന് ബിംബിസാര, മറ്റൊന്ന് അജാതശത്രു, മറ്റൊന്ന് മഹാപത്മനന്ദ, മറ്റൊന്ന് ധനനന്ദ. ഇതൊക്കെയായിരുന്നു പ്രോമിനൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊന്നായിരുന്നു മൗര്യ കിങ്ഡം എന്ന് പറയുന്നത്. ഇൻ 321 BCE ചന്ദ്രഗുപ്ത മൗര്യ ഡിഫീറ്റ് ദ ധനനന്ദ ദ റൂളർ ഓഫ് മഗധ ആൻഡ് എ ക്യാപ്ചേർഡ് പവർ. അപ്പോൾ BCE 321 ആയപ്പോൾ മഗധയിലെ ഭരണാധികാരിയായിരുന്ന നമ്മുടെ ധനനന്ദനെ എന്ത് ചെയ്യാണ്? കോൺകർ ചെയ്യാണ്, ഡിഫീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദെൻ it was Chandragupta Maurya who established the Maurya kingdom by annexing nearby region to Magadha. അപ്പോൾ മഗധയുടെ അടുത്തായിട്ട് തന്നെ സമീപ പ്രദേശവും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ ഒരു മൗര്യ സാമ്രാജ്യം, മൗര്യ എംപയർ അവിടെ, മൗര്യ കിങ്ഡം അവിടെ തുടക്കം കുറിച്ചു. ഇറ്റ് വാസ് Kaudilya, as known as the Chanakya, is minister who helped Chandragupta Maurya to transform Magadha into a expensive kingdom and establishing an ancient administrative system. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ മൗര്യ രാജാവിൻ്റെ കൂടെ തന്നെ ചാണക്യ എന്ന് പറയുന്ന ഒരു മന്ത്രി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡിയ കൂടെ ആയത്തോട് കൂടിയിട്ട് ചന്ദ്രഗുപ്തനെ കൂടുതൽ സഹായിക്കുകയും അദ്ദേഹത്തിന് മന്ത്രിയായിട്ട് കൗടില്യ അഥവാ ചാണക്യൻ വരികയും കൂടെ ചെയ്തപ്പോൾ കൂടുതൽ ശക്തിയായിട്ട് ഇവർക്ക് നിലനിൽക്കാൻ വേണ്ടി പറ്റി. അശോക ആൻഡ് ദ എമിനന്റ് മൗര്യ റൂളേഴ്സ് എക്സ്പാൻഡഡ് ദ കിങ്ഡം ഫർദർ ബൈ കോൺകറിംഗ് regions like Kashmir, Kalinga. Observe the vastness of the Maurya kingdom from map. അപ്പോൾ അതുമാത്രമല്ല മൗര്യ രാജ്യത്തിലെ മികച്ച ഒരു ഭരണാധികാരിയായിരുന്നു നമ്മുടെ അശോക എന്ന് പറയുന്നത്. അപ്പോൾ അശോകന് കാശ്മീരും കലിംഗവും തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും കീഴടക്കി അവിടെയൊക്കെ എന്താണ് ഇവിടെ സാമ്രാജ്യം എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മാപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. നമ്മുടെ സൗത്ത് മാത്രമേ ഇവിടെ ഇവരുടേതല്ലായിട്ടുള്ളൂ. ബാക്കി എല്ലാം എന്താണ് ഇവരുടെ സാമ്രാജ്യമായിട്ട് എംപററായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവരിതെല്ലാം കോൺകർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ കൗടില്യയുടെ അർത്ഥശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. We get information about the Maurya kingdom from Ardhashastra written by Kaudilya. This work describes how a king should govern and expand his kingdom. It offers detailed description on protecting the state from invasions, collecting taxes and so on. അപ്പോൾ നമ്മുടെ ഈ മൗര്യ കിങ്ഡത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ കൗടില്യൻ്റെ അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്നാണ്. അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു കിങ്ഡം എക്സ്പാൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതും ഒരു സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതും അതിൻ്റെ ഇൻവാൻഷൻ എങ്ങനെയാണ്, അതിൻ്റെ കളക്ടിങ് ടാക്സ് എങ്ങനെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ആ ഒരു കിങ്ഡത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. Next, discuss and prepare a note how Magadha, which was Mahajanavadas, grew into powerful Maurya kingdom. അപ്പോൾ മഹാജനപദങ്ങളെ മഗധ ശക്തമായ മൗര്യ രാജ്യമായിട്ട് വളർന്നത് എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായിരുന്നു, നമുക്ക് എന്താണ് ആൻസർ എന്ന് നോക്കാം. ദ ഗ്രോത്ത് ഓഫ് മഗധ വാസ് മെയിൻലി ഡ്യൂ ടു ദ അയൺ ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ്സ് മാനുഫാക്ചർ. അപ്പോൾ മഗധ ഏറ്റവും വളരാൻ വേണ്ടിയുള്ള കാരണം എന്ന് പറയുന്നത് അയൺ ഇൻഡസ്ട്രിയുടെ അതുപോലെ തന്നെ അതിൻ്റെ മാനുഫാക്ചറും ആയിരുന്നു. ദ അയൺ ഇൻഡസ്ട്രി പേവ്ഡ് ദ വേ ഫോർ ദ മാനുഫാക്ചർ ഓഫ് ലാർജ് സ്കെയിൽ അഗ്രികൾച്ചർ എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ അയൺ ഉള്ളതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ അഗ്രികൾച്ചറിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ അവർ ഉണ്ടാക്കി. സെക്കൻഡ്ലി ആൻഡ് അയൺ വാസ് വെരി ഹെൽപ്ഫുൾ ഇൻ ഇൻക്രീസിങ് ദ സ്ട്രെങ്ത് ഓഫ് ദ ആർമി, വാസ് ഏബിൾ ടു ഡോമിനേറ്റ് അതർ ഗ്രേറ്റ് നേഷൻസ് ത്രൂ ദ മാനുഫാക്ചർ ഓഫ് വാർ എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ അഗ്രികൾച്ചറിനുള്ള സാധനം മാത്രമല്ല അവർ ഉണ്ടാക്കിയിട്ടുള്ളത്, അയൺ ഉള്ളത് കൊണ്ട് തന്നെ അവർ വാറും കാര്യങ്ങളൊക്കെ ഓരോ രാജ്യങ്ങളും കീഴടക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള വെപ്പൺസും കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള ഇതിനേക്കാളും ഒന്നും കൂടെ സ്ട്രെങ്ത്തും ഒക്കെ ഇവർക്ക് ആർമി ആയി മാറുകയാണ് ചെയ്തത്. വാസ് ഏബിൾ ടു ഡോമിനേറ്റ് അതർ ഗ്രേറ്റ് നേഷൻസ് ത്രൂ ദ മാനുഫാക്ചർ ഓഫ് വാർ എക്യുപ്മെന്റ്സ്. വെഹിക്കിൾസ് ആൻഡ് ബോട്ട്സ് വെർ വൈഡ്ലി മാനുഫാക്ചർ ഫോർ കൊമേഴ്ഷ്യൽ ആൻഡ് മിലിറ്ററി നീഡ്സും. അപ്പോൾ വെഹിക്കിൾസും അതുപോലെ തന്നെ ബോട്ട്സും ഒക്കെ അവർ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടും മിലിറ്ററി നീഡ്സിനൊക്കെ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയെടുത്തു. ദ പോളിസീസ് ഓഫ് ദ കിങ് ചന്ദ്രഗുപ്ത മൗര്യ ആൻഡ് ദ മിനിസ്റ്റർ കൗഡില്യ mainly contributed to the Maurya dynasty became a more powerful empire. അപ്പോൾ ഈ ഒരു ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പോളിസീസും അതുപോലെ തന്നെ കൗഡില്യ മിനിസ്റ്ററുടെ അയാളുടെ ബുദ്ധിയും എല്ലാം കൂടി ഇവർ നല്ല ഒരു മോർ പവർഫുൾ എംപയർ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് സഹായിച്ചു. ഇനി അടുത്തത് നോക്കാം, ഫിലോസഫേഴ്സ് ഓഫ് ആൻഷ്യൻ ഇന്ത്യ എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത്. ആൻഷ്യൻ ഇന്ത്യയിലെ ഫിലോസഫീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ,
We have seen the state formation in ancient India. Now let's become familiar with some philosophies that emerged during this period. അപ്പോൾ ആൻഷ്യൻ ഇന്ത്യയിലുണ്ടായ രാഷ്ട്ര രൂപീകരണം എങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി നമുക്ക് അന്നത്തെ ചില ഫിലോസഫീസിനെ കുറിച്ചിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജൈനിസമാണ്. ജൈനിസം വാസ് എ ഫിലോസഫി ദാറ്റ് എമർജ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ 6th century BCE. അപ്പോൾ BCE 6ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ജൈനിസം ഫിലോസഫി എമർജ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് വാസ് പ്രൊപ്പഗേറ്റഡ് ബൈ വർദ്ധമാന മഹാവീര. അപ്പോൾ വർദ്ധമാന മഹാവീര എന്നുള്ള ഒരാളാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത്. ഹി വാസ് ദ 24th ത്രിതങ്കര ഓഫ് ജൈനിസം. അപ്പോൾ ഈ ജൈനിസത്തിൽ ത്രിതങ്കര എന്നുള്ള ഒരു സംഭവമാണ് ഉള്ളത്. അതിൽ 24ാമത്തെ ത്രിതങ്കരനാണ് ഇദ്ദേഹം. ഈ ഈസ് ഓൾസോ നോൺ ആസ് ദ ജൈന മീൻ ദ കോങ്കർ ഓഫ് വേൾഡി ഡിസയേഴ്സ്. അപ്പോൾ ഈ ജൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കോങ്കർ ഓഫ് വൈൽഡ്ലി ഡിസയേഴ്സ്, ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ എന്നാണ് അർത്ഥമായിട്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു പേരിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഐഡിയലിസം എന്നുള്ളതാണ് താഴെ പറയുന്നത്. ഓൾ തിങ്സ് ഹാവ് ലൈഫ്, എന്താണ്, എല്ലാ വസ്തുക്കൾക്കും ഒരു ജീവനുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. നോ ലീവ്സ് തിങ്സ് ഷുഡ് ബി ഹാംഡ്, മാത്രമല്ല ജീവനുള്ള ഒന്നിനെയും എന്ത് ചെയ്യരുത്, ഹാം ചെയ്യരുത്, ഉപദ്രവിക്കരുത്. ഡു നോട്ട് സ്റ്റീൽ, ഡു നോട്ട് ലൈ, കളവ് പറയുകയും ചെയ്യരുത്, ഒരിക്കലും മോഷ്ടിക്കുകയും ചെയ്യരുത്. പ്രാക്ടീസ് റൈറ്റ് ബിലീവ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ. ത്രിരത്ന എന്ന് പറയുന്ന ഇവരുടെ ഒരു പോളിസി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലുണ്ടായിരുന്നത് ഒന്ന് പ്രാക്ടീസ് റൈറ്റ് ബിലീവ്, ശരിയായിട്ടുള്ള വിശ്വാസം, റൈറ്റ് നോളജ്, ശരിയായിട്ടുള്ള അറിവ്, റൈറ്റ് ആക്ഷൻ, ശരിയായിട്ടുള്ള പ്രവൃത്തി. ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാണ് ഈ ഒരു ജൈനിസത്തിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി എന്താണ് ത്രിതങ്കരാസ് എന്നവിടെ പറയുന്നുണ്ട്. ദ ടേം ത്രിതങ്കര മീൻസ് വൺ ഹു ഹാസ് അറ്റൈൻഡ് വിസ്ഡം ത്രൂ ആൻസൈറ്റിസം. അക്കോർഡിംഗ് ടു ജൈൻ ബിലീവ്സ് there were 24 ത്രിതങ്കരാസ്. അപ്പോൾ നമ്മുടെ ആൻസൈറ്റിസം അഥവാ എന്താ പറയുക, സന്യാസത്തിലൂടെ ആർക്കൊക്കെയാണോ അറിവ് നേടാൻ വേണ്ടി പറ്റുന്നത് അവരെയാണ് നമ്മൾ ത്രിതങ്കര എന്ന് പറയുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ജൈനിസത്തിൽ 24 ത്രിതങ്കരാസാണ് ഉണ്ടായിരുന്നത്. അതിൽ 24ാമത്തേത് ആളായിരുന്നു വർദ്ധമാന മഹാവീരൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഫിലോസഫീസ് എന്ന് പറയുന്നത് ബുദ്ധിസം ആയിരുന്നു. ബുദ്ധിസം വാസ് അനദർ മേജർ ഫിലോസഫി ദാറ്റ് എമേർജ്ഡ് ഇൻ ആൻഷ്യൻ ഇന്ത്യ. അപ്പോൾ ആൻഷ്യൻ ഇന്ത്യയിൽ വന്നിട്ടുള്ള അടുത്തൊരു ഫിലോസഫി ആയിരുന്നു നമ്മുടെ ബുദ്ധിസം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ഗൗതമ ബുദ്ധ. അപ്പോൾ അവിടെ വർദ്ധമാന മഹാവീരനാണെങ്കിൽ ഇവിടെ ഗൗതമ ബുദ്ധനായിരുന്നു ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഈ ഒറിജിനൽ നെയിം വാസ് സിദ്ധാർത്ഥ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള പേരെന്ന് പറയുന്നത് സിദ്ധാർത്ഥ എന്നുള്ളതായിരുന്നു. ആഫ്റ്റർ അറ്റൈനിങ് എൻലൈറ്റ്മെൻറ്റ് അറ്റ് ബോധ് ഗയ ഇൻ ബീഹാർ ഈ കെയിം ടു ദ നോൺ ആസ് ഗൗതമ ബുദ്ധ. അപ്പോൾ ബീഹാറിലെ ബോധ് ഗയ എന്നുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തുള്ളത്, ഒരു എൻലൈറ്റ്മെൻറ്റ്, ഒരു ജ്ഞാനോദയം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തെ ഗൗതമ ബുദ്ധൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി എന്താണ് ഐഡിയലിസത്തിൽ, ബുദ്ധിസത്തിൻ്റെ ഐഡിയലിസം എന്ന് പറയുന്നുണ്ട്. ഡു നോട്ട് ഹാം അതേഴ്സ്, ഒരിക്കലും എന്താണ്, ഹിംസിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഡു നോട്ട് ലൈ, ഒരിക്കലും കളവ് പറയരുത്. ബി ഹോണസ്റ്റ്, സത്യസന്ധത പുലർത്തണം. ഡു നോട്ട് കവറ്റ് അതേഴ്സ് വെൽത്ത്, ഒരിക്കലും അന്യരുടെ സ്വത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, ആഗ്രഹിക്കുക പോലും ചെയ്യരുതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇതിലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, അൺലൈസ് ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ദ ഐഡിയലിസം ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം, അഥവാ ജൈനിസത്തിൻ്റെയും ബുദ്ധിസത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? ബുദ്ധിസം ആൻഡ് ജൈനിസം ഓർ ടു റീജിയൻസ് ദാറ്റ് എമേർജ്ഡ് ഇൻ ഇന്ത്യ അറൌണ്ട് ദ 6th century BC. അപ്പോൾ 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും എമർജ് ചെയ്തിട്ടുള്ള രണ്ട് റിലീജിയസ് ബേസ് ആയിട്ടുള്ള ഫിലോസഫീസ് ആയിരുന്നു നമ്മുടെ ബുദ്ധിസവും ജൈനിസവും. The founder of Buddhism was Gautama Buddha and the founder of Jainism was വർദ്ധമാന മഹാവീര. അപ്പോൾ ബുദ്ധിസത്തിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഗൗതമ ബുദ്ധനും നമ്മുടെ ജൈനിസത്തിൻ്റെ പ്രൊപ്പഗേറ്റർ എന്ന് പറയുന്നത് വർദ്ധമാന മഹാവീരനുമായിരുന്നു. ദിസ് ടു റിലീജിയസ് സർവൈവ്ഡ് ബൈ ചലഞ്ചിങ് ദ കസ്റ്റംസ് ആൻഡ് ബിലീഫ്സ് ഓഫ് ദ വേദിക് പീരീഡ്. അപ്പോൾ വേദിക് പീരീഡിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ സർവൈവ് ചെയ്തുകൊണ്ടായിരുന്നു ഈ ഇത് വന്നിട്ടുണ്ടായിരുന്നത്. These two religions and beliefs were propagated in the language of the common people. Therefore, both religions were able to reach the common people. അപ്പോൾ ഇത് പ്രാദേശികമായിട്ടുള്ള ഭാഷയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. മാത്രമല്ല അവരിൽ ഒരുപാട് എന്താ പറയുക, ഇൻഫ്ലുവൻസ് ചെയ്യാനും ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. Then both religions taught people to avoid violence and the be honest. എന്താണ് ഇതിൽ രണ്ടിലും പറയുന്നത് ആളുകളോട് വയലേഷൻ ഇല്ലാതാക്കാനും ഹോണസ്റ്റ് ആക്കാനും വേണ്ടിയായിരുന്നു.
The special features of these two religions was the Nofti thought that nothing, including animals, should be harmed or killed. മാത്രമല്ല ജീവികളെ ഒന്നും വെറുതെ കൊല്ലാനോ ആക്കാനോ ഒന്നും പാടില്ല എന്നുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചറും കൂടെ ഇതിന് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ചാർവക ഫിലോസഫിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അനദർ ഫിലോസഫി ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ ആൻഷ്യൻ ഇന്ത്യ വാസ് ചാർവക ഫിലോസഫി. ഇറ്റ് വാസ് ഓൾസോ നോൺ ആസ് ദ ലോകയാറ്റ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റൊരു ഫിലോസഫീസ് ആയിരുന്നു ഈ ഒരു ചാർവക ഫിലോസഫി എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ലോകായത എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ചാർവക ഫിലോസഫി ഗേവ് ഇമ്പോർട്ടൻസ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് എൻക്വയറി റാദർ ദാൻ ഓഫ് ബിലീഫ്. അപ്പോൾ വിശ്വസിക്കുക എന്നതിനേക്കാൾ അവിടെ എന്താണ്, നിങ്ങൾ എൻക്വയറി ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഫ്രം ദ 6th century BCE onwards, new perspectives began to form in all domains of human life across the world. അപ്പോൾ 6ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ലോകത്താകമാനം മനുഷ്യ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ രൂപം കൊള്ളാൻ വേണ്ടി തുടങ്ങിയിരുന്നു. Then in this lesson we discuss the political and philosophical development that took place in different parts of the world during this period. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള പൊളിറ്റിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വി ഹാവ് ഓൾസോ ബിക്കേം ഫെമിലിയർ വിത്ത് ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ ഫീൽഡ് സച്ച് ആസ് സ്റ്റേറ്റ് ഫോർമേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് കൾച്ചറൽ അഡ്വാൻസ്മെൻറ്റ്. അപ്പോൾ എന്താണ്, മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള രൂപീകരണം, ഭരണ സംവിധാനങ്ങൾ, സാംസ്കാരിക മുന്നേറ്റങ്ങൾ തുടങ്ങിയ എല്ലാ മേഖലകളും ഉണ്ടായ ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കി. ഇൻ ദ ഫോളോയിങ് ലെസൺസ് വി വിൽ ഫർദർ എക്സ്പ്ലോർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് യുണീക്ക് ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആൻഡ് ദെയർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അപ്പോൾ ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ നമുക്ക് ഓരോ രാഷ്ട്രത്തിൻ്റെയും ഭരണ സംവിധാനത്തിൽ വന്ന പ്രത്യേകതകൾ, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പഠിച്ചത്. കുറച്ച് ഡീറ്റെയിൽ ആണ്, പക്ഷേ എങ്കിൽ പോലും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാം മനസ്സിലാക്കി വെക്കുക. ഓരോ നെയിംസും അതുപോലെ തന്നെ ഇയേഴ്സും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. കൂടുതലായിട്ട് മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ജൈനിസവും ബുദ്ധിസവും തമ്മിലുള്ള സെയിം ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ എങ്ങനെയാണ് അത് ഗ്രോ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഇതിൽ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണുള്ളത്, അത് കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കുക. ഇനി 3rd ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.